മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ജോണി തോമസ് മീനടം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വിചിന്തനത്തിനായി ഒരു വാക്യാംശം വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏറ്റവും സുപരിചിതമായ ഒരു വാക്യാംശമാണ് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് നാം വായിച്ചു കേട്ടത്. ഈ വാക്യത്തിൽ നാം കാണുന്നത് ദൈവസ്നേഹത്തിൻ്റെ മഹത്വമാണ്. ആകയാൽ ഈ വാക്യത്തെ ലൂതർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ചെറിയ ബൈബിൾ എന്നാണ്. ആകയാൽ ഇന്ന് ഈ രാവിലെ സമയം ഈ വാക്യത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ സ്നേഹത്തിൻ്റെ ഔന്നത്യം എന്താണ് എന്നുള്ളത് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം സ്നേഹിച്ചു. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സ്നേഹവാനായ ദൈവമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം സ്നേഹം തന്നെ എന്ന് നാം വായിക്കുന്നുണ്ട്. സ്നേഹമെല്ലാം ദൈവമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ദൈവം സ്നേഹം തന്നെ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, ഔന്നത്യം എന്ന് പറയുന്നത് ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. എങ്ങനെയുള്ള മനുഷ്യവർഗത്തെയാണ് സ്നേഹിച്ചത്? ഇവിടെ നാം കാണുന്നത് ലോകത്തെ സ്നേഹിച്ചു. ലോകം എന്ന് പറയുന്നത് മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്താണ്? 1 യോഹന്നാൻ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: സർവ്വ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകം അർത്ഥാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോട് മത്സരികളായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ദൈവം സ്നേഹിച്ചത്. നാം അത് ഓർക്കുമ്പോൾ അത് എത്രയോ വിലപ്പെട്ട ഒരു കാര്യമായിട്ടെടുക്കുവാൻ കഴിയും. പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തോട് മത്സരിച്ച് പിശാചിൻ്റെ ഇംഗിതത്തിന് വിധേയപ്പെടുത്തി പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റിക്കുടിച്ച് പോകുന്ന സന്ദർഭത്തിൽ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമുക്കവിടെ ശ്രദ്ധിക്കുവാൻ കഴിയും. മറ്റൊരു കാര്യം, ഈ സ്നേഹിച്ചപ്പോൾ അത് ചിലവ് ചെയ്താണ് സ്നേഹിച്ചത് എന്നോർക്കുവാൻ കഴിയും. എന്താണ് സ്നേഹിച്ചപ്പോൾ ദൈവം ചെയ്ത ചിലവ്? ഇവിടെ നാം വായിക്കുന്നു, നൽകുവാൻ തക്കവണ്ണം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. ദൈവം ആരെയാണ് നൽകിയത്? വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ, പിതാവിൻ്റെ മടിയിൽ പ്രമോദിച്ചു കൊണ്ടിരുന്ന തൻ്റെ ഏക മകനെ തന്നെ നൽകിയാണ് ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചത്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ചിലവ് എത്ര വലിയതാണ് എന്നോർക്കുവാൻ കഴിയും. അത് മനസ്സിലാകണമെങ്കിൽ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണല്ലോ ദൈവം തൻ്റെ പുത്രനെ നൽകിയത്. നാം 49-ാം സങ്കീർത്തനം 7 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ വിലയേറിയ പ്രാണനെ വീണ്ടെടുക്കുവാൻ ദൈവം മുടക്കിയ ചിലവെന്ന് പറയുന്നത് തൻ്റെ മകനെയാണ്. നൽകുവാൻ തക്കവണ്ണം എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് അർത്ഥമാക്കുന്നത്
തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് അയച്ചത് വെറുതെ ഈ ലോകത്തിൽ വന്ന് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പോകുവാനായിട്ടല്ല, അല്ലെങ്കിൽ മനുഷ്യൻ നന്നായി ജീവിക്കണമെന്ന് ഉപദേശിച്ചു പോകുവാനായിട്ടല്ല. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകിയെന്ന് പറയുമ്പോൾ ആ നൽകി എന്നുള്ളതിൻ്റെ ആശയം തൻ്റെ പുത്രനെ യാഗമാക്കി തീർക്കുവാൻ നൽകി, കുരിശിൽ തകർത്ത് കളവാനായിട്ട് നൽകി. കാരണം തൻ്റെ പുത്രൻ കുരിശിൽ മരിച്ചാൽ മാത്രമേ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരികയുള്ളൂ. ആകയാൽ യെശയ്യാ-പ്രവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവയ്ക്ക് തൻ്റെ പുത്രനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നിയെന്നാണ്. ആ സ്നേഹത്തിൻ്റെ വില എത്ര വലിയതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചത് ചിലവ് ചെയ്താണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആ ചിലവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെയാണ്. അവിടെയാണ് ദൈവസ്നേഹത്തിൻ്റെ മഹത്വം, ആഴം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്തത്, ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ ലക്ഷ്യമെന്താണ്? നാം ഇവിടെ വായിക്കുന്നുണ്ട്, നശിച്ചു പോകാതിരിക്കുവാൻ. കാരണം മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുമ്പോൾ അവൻ നാശത്തിൻ്റെ പാതയിലാണ്. അവൻ ജീവിതയാത്രയുടെ അന്ത്യത്തിൽ ഏറ്റവും വലിയ നാശമായ നരകത്തിലേക്കാണ് നിബന്ധിക്കുന്നത്. എന്നാൽ നശിച്ചു പോകാതിരിക്കണം. ദൈവം മനുഷ്യനെ സ്നേഹിച്ചപ്പോൾ അവൻ നശിച്ചു പോകരുത് എന്നാണ് ആഗ്രഹിച്ചത്. അങ്ങനെ നശിച്ചു പോകാതിരിക്കുക മാത്രമല്ല, അവന് ജീവൻ ലഭിക്കണം. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, നാശമാണ്, നിത്യനാശമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപാദാനമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇവിടെയും ആ വാക്യം വിശദീകരിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. നശിച്ചു പോകരുതെന്ന് മാത്രമല്ല, അവന് നിത്യജീവൻ ലഭിക്കണം. നിത്യജീവൻ ഈ ആയുസ്സിലേക്കുള്ളതല്ല, കർത്താവിനോടുകൂടെ നിത്യകാലം സൗഭാഗ്യത്തിൽ ജീവിപ്പാനുള്ള ആ നിത്യജീവൻ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. ഇതാണ് മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ചപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഉദ്ദേശ്യം അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നത്? ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക്. അപ്പോൾ വിശ്വാസത്താലാണ് ഇത് പ്രാപിക്കുവാൻ കഴിയുക. നമുക്കറിയാം, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മോക്ഷം പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കാൻ, സ്വർഗം പ്രാപിക്കുവാൻ നാം കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യണം, സൽപ്രവൃത്തികൾ ചെയ്യണം. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ യാതൊരു വ്യക്തിക്കും സ്വർഗം പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. പ്രത്യുത ദൈവമൊരുക്കിയ മാർഗം, ദൈവമൊരുക്കിയ രക്ഷാമാർഗം വിശ്വസിക്കുക മാത്രം. എത്ര ആശ്വാസകരമായൊരു കാര്യമാണ്. ഏതൊരു വ്യക്തിക്കും അത് പ്രായോഗികമാക്കുവാൻ കഴിയും. ദൈവം ഒരുക്കിയ രക്ഷ അത് എൻ്റെ പേർക്കാണ്, എന്നെയാണ് സ്നേഹിച്ചത്, എനിക്ക് നിത്യജീവൻ നൽകുവാനാണ്, ഞാൻ നശിച്ചു പോകാതിരിക്കുവാനാണ് എന്ന് ഏറ്റുപറഞ്ഞ ദൈവസ്നേഹത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ആ രക്ഷ, ഒരുക്കപ്പെട്ട രക്ഷയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിത്യജീവനിലേക്ക് വരുവാൻ, നിത്യജീവൻ ലഭിച്ചവർക്ക് സ്വർഗപ്രാപിക്കൽ അനുഭവിപ്പാൻ കഴിയും. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ആരെങ്കിലും ഇതുവരെയും ഈ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടാതെ ദൈവമൊരുക്കിയ ഈ രക്ഷാമാർഗം വിശ്വാസത്താൽ സ്വീകരിക്കാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് സാധ്യതമായി തീരട്ടെ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ ഓർത്ത്, നിത്യജീവൻ ലഭിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സ്നേഹത്താൽ നിറയപ്പെടാം. കാൺമേ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമുക്ക് ദൈവമക്കൾ എന്നുള്ള പദവി കർത്താവിനെ വിശ്വസിച്ച് സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്ക് ലഭിച്ചതിൻ്റെ ആ വില എന്ന് പറയുന്നത്, അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്, അതിൻ്റെ മുഖവില എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്. ആകയാൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, എൻ്റെ ബലമായ യഹോവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഈ വചനത്തിലൂടെ മഹത്വപ്പെടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.